ഞാൻ ചെന്നൈയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് വർക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാത്രമല്ല പലരുടെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു തിരിച്ചടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് സാധ്യമല്ല. കേരള ഗ്രാമീൺ ബാങ്കിൽ നമ്മൾ ഈ നികുതി ചീട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് പിറ്റത്തെ മാസം തന്നെ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അവരതിൻ്റെ ലെറ്ററും കാര്യങ്ങളൊക്കെ, ലെറ്ററല്ല, അവർ നമ്മൾ വിളിച്ച് പറയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ സമയത്ത് നമ്മൾ സാഹചര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഈ പാർട്ടിക്കാരും എല്ലാവരും ഇടപെട്ടിട്ടാണ് അത് EMI അടയ്ക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ പിന്നെ അവർ ഇതുവരെ പിടിച്ചിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് ഈ ഇസാഫ്, പിന്നെ അതേപോലെ കേരള ബാങ്ക്, പിന്നെ ഈ ചെറിയ എന്താ പറയുക ഫിനാൻസുകൾ ഉണ്ടല്ലോ, ഈ ഭാരത്, അങ്ങനത്തെ കുറേ ഇസാഫ്, അങ്ങനത്തെ കുറേ നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മൊറട്ടോറിയം എന്നുള്ള ലെവലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് ഫസ്റ്റത്തെ 2 EMI നമുക്ക് തെറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സിവിൽ സ്കോറിനെ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് സിവിൽ സ്കോറിനെ ബാധിക്കില്ല, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും നമ്മൾ സിവിൽ സ്കോറൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലോണം എലിജിബിലിറ്റി കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഈ ഭാഗത്തേക്കുള്ള എല്ലാ ലോണുകളും നിർത്തി വെച്ചേക്കാണെന്നാണ് പറയുന്നത്. ഓൾറെഡി നമുക്ക് വേറെ നമ്മളിപ്പോൾ ഒരു ജോബിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ പുറത്തൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വെച്ചിട്ട് പോലും നമുക്ക് എടുക്കാൻ പറ്റാം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോലും വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമ്മൾ ഈ നാട്ടിലാണ് ഉള്ളതെന്ന് അറിയുന്നതുകൊണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ലോൺ, ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞു, നമ്മൾ വേറെ ഒരു ജോബിന് പോകുന്ന സമയത്തായി കഴിഞ്ഞാൽ നമുക്കൊരു ലോൺ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടത്തില്ല. കാരണം നമുക്ക് നോക്കുമ്പോൾ സിവിൽ സ്കോർ ഒരു വർഷമായിട്ട് നമുക്ക് ഒരു 6 മാസമായിട്ട് നമുക്ക് താഴ്ന്നിട്ടാണ് ഇരിക്കുന്നത്. ആ സിവിൽ സ്കോർ ഇനി കൂടി വരണമെന്നുണ്ടെങ്കിൽ മിനിമം 2 വർഷം കഴിയണം. നമ്മൾ EMI ഒക്കെ റെഡിയായി കറക്റ്റ് 2 വർഷം കഴിയണം. അപ്പോഴേക്കും നമ്മുടെ ഈ ബാക്കി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ പെൻഡിങ് ആണ്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ അടുത്ത് അനീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.